السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. اللهم رب زدنا علما يا كريم. ഏറെ ബഹുമാന്യരായ പ്രിയം നിറഞ്ഞ സീറ പഠിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതം കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു അവസരങ്ങളെ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി തന്നെ നോക്കിക്കാണണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് മനുഷ്യരെ എങ്ങനെയാണ് അവരോട് ഇടപഴകിയത്, എങ്ങനെയാണ് അവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നതാണ്. അഥവാ മുതിർന്നവരോടും വയസ്സിൽ മുതിർന്നവരോടും വയസ്സിൽ ഇളയവരോടുമുള്ള പെരുമാറ്റം. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി ചോദിച്ചു, അയ്യുന്നാസി ഖൈർ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ ആരാണ്, ഏറ്റവും നല്ല ആളുകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യങ്ങളുടെ മറുപടി സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും ചോദിക്കുന്ന വ്യക്തിക്കും ആ ചോദ്യം ചോദിച്ച അവസ്ഥയിൽ മുസ്ലിം സമൂഹത്തിൽ എന്താണോ ഏറ്റവും ഉചിതമായ മറുപടി അതിനനുസരിച്ചുമൊക്കെ ആയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആരുടെ ആയുസ് നീട്ടിക്കിട്ടിയോ, ആയുസ് ദൈർഘ്യമേറിയതായോ, അതുപോലെ തന്നെ അവന്റെ കർമ്മങ്ങൾ നന്നായോ, അവനാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ. സ്വഹാബി പിന്നെയും ചോദിച്ചു, ഫഅയ്യുന്നാസി ശർ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവർ ആരാണ്? മൻ ത്വാല ഉംറുഹു വസഅ അമലുഹു, അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്തിട്ട് ജീവിതത്തിൽ ഇത്ര കാലദൈർഘ്യം അല്ലാഹു ജീവിക്കാൻ അവസരം കൊടുത്തിട്ട് വസഅ അമലുഹു, അവന്റെ കർമ്മങ്ങൾ അത് ദുഷിച്ചുപോയി, തിന്മയാണ് ജീവിതത്തിൽ, ദുഷ്കർമ്മങ്ങളാണ് ഏറെ ഉണ്ടായത്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടയാൾ. പ്രായത്തെ ഇസ്ലാം വളരെ ഗൗരവകരമായി തന്നെ പരിഗണിച്ചിട്ടുണ്ട്. നമ്മൾ മുൻപും സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ ആയുസ്, മനുഷ്യന്റെ ജീവൻ, അവൻ ജീവിക്കുന്ന കാലം, ഇതൊക്കെയും വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആദ്യം നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ആയുസ് എന്തിൽ ചെലവഴിച്ചു, അതിൽ തന്നെ യൗവനകാലം എന്തിൽ ചെലവഴിച്ചു എന്നതൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഇതിൽ പ്രായം കൊണ്ട് മനുഷ്യർ ഒരു സമൂഹമായി ഇടപെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ വിചാരിക്കേണ്ടത്, മുതിർന്നവരോടുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ സ്വയം മുതിർന്നവരാണ്, നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങളൊക്കെ ഇങ്ങോട്ട് കിട്ടണം എന്ന അർത്ഥത്തിൽ മാത്രമല്ല നമ്മളിത് കാണേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ കുട്ടിയാണ്, പ്രായം കൊണ്ട് ഇളയതാണ്, അതുകൊണ്ട് മുതിർന്നവരിൽ നിന്ന് കിട്ടേണ്ട വാത്സല്യവും ഒക്കെ ഇങ്ങോട്ട് കിട്ടണം എന്ന നിലക്ക് മാത്രമല്ല നമ്മളിത് കാണേണ്ടത്.
എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇതിന് രണ്ടിനെയും നടുക്കാണ്. നമുക്ക് നമ്മളെക്കാൾ പ്രായം കൊണ്ട് മുതിർന്നവരുണ്ട്, നമ്മളെക്കാൾ പ്രായം കൊണ്ട് താഴ്ന്നവരുമുണ്ട്. അപ്പം നമ്മൾ അവരോട് മുകളിലേക്കും താഴേക്കും നമ്മുടെ ഇടപാടുകൾ എങ്ങനെയായിരിക്കണം എന്നതാണ് ഈ സംഭവങ്ങൾ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെക്കാൾ മുതിർന്നവരെ നമ്മൾ ദിനവും കാണുന്നു, നമ്മളെക്കാൾ താഴ്ന്നവരോട്, പ്രായം കൊണ്ട് ഇളയവരോട്, താഴ്ന്നവരോട് നമ്മൾ ദിനേന ഇടപെടുന്നു. പല ബന്ധങ്ങൾ, അതുപോലെ തന്നെ പല പരിചയങ്ങൾ, ഇവരോടൊക്കെയുള്ള പെരുമാറ്റത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകകൾ ആണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്താൻ ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായദൈർഘ്യം കൂടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച അനവധി ഹദീസുകൾ കാണാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ആളുകൾ അവരെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിനും ആദരിക്കുന്നതിനും അതിൽപ്പെട്ടതാണ്. അള്ളാഹുവിനോടുള്ള ആദരവും ബഹുമാനവും കാണിക്കുന്നതിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ഈ 3 വിഭാഗം ആളുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി, അള്ളാഹുവിനെ ഇജ്ലാൽ ചെയ്യുക, മഹത്വപ്പെടുത്തുക, ആദരിക്കുക. അതിൽപ്പെട്ടതാണ് ഇക്റാമദി ശൈബത്തിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ നരയുള്ള ഒരു മുസ്ലിം, നര ബാധിച്ച പ്രായദൈർഘ്യമുള്ള നമ്മളെക്കാൾ മുതിർന്ന ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്ന അറിവും അനുഭവവും പരിചയവും നമ്മളെക്കാൾ കൂടുതലുള്ള മനുഷ്യരെ ഇക്റാം ചെയ്യുക, ആദരിക്കുക. അതുപോലെ തന്നെ ഖുർആൻ പഠിച്ചയാൾ യഥാർത്ഥ രൂപത്തിൽ ഖുർആനിനെ അതിരുകവിഞ്ഞ് ഖുർആനിക ആശയാദർശങ്ങളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതൊന്നും ജീവിതത്തിൽ പാലിക്കാതെ, അങ്ങനെയല്ല, ഏറ്റവും നല്ല രൂപത്തിൽ മധ്യമമായ നിലപാടോടുകൂടി ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഖുർആനിന്റെ പഠിതാവ് അല്ലെങ്കിൽ ഖുർആൻ ഉള്ളിലുള്ളയാൾ, ഖുർആൻ ഹിഫ്ള് ചെയ്തയാൾ, വഹാമിലുൽ ഖുർആൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ആളെ എണ്ണി. മൂന്നാമത്തെ ആൾ വ ഇക്റാമദി സുൽത്താനിൽ മുഖ്സിത്, നീതിമാനായ ഭരണാധികാരിയെയും ആദരിക്കുക. അപ്പോൾ ഇതിൽ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് പ്രായം കൊണ്ട് മുതിർന്ന ആളുകളെയാണ്. അവർക്ക് സമൂഹത്തിൽ അതിനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനും സമൂഹത്തിൽ മുന്നിൽ നിർത്തപ്പെടാനുമുള്ള യോഗ്യതയും ഇസ്ലാം ആ പ്രായത്തിൻ്റെ പേരിൽ തന്നെ അവർക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു പ്രായമേറിയ ഒരു മനുഷ്യൻ കടന്നു വന്നു. ഒരു ഷെയ്ഖ്, പ്രായം കൊണ്ട് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ കടന്നു വന്നു. അപ്പോൾ ആളുകളൊക്കെ റസൂലുള്ളാഹി നമ്മുടെ ചുറ്റും തിങ്ങിയാണല്ലോ സ്വഹാബിമാർ ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാൻ ആളുകൾക്കൊക്കെ ഒരു താമസം. ഒഴിഞ്ഞു കൊടുത്തില്ല എന്നല്ല, ഒഴിഞ്ഞു കൊടുക്കാനൊരു ഒരു മടി, ഒഴിഞ്ഞു കൊടുക്കുന്നില്ല, എങ്ങനെ മാറുന്നേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, നമുക്കൊക്കെ സുപരിചിതമായ ഹദീസ്. ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ. ചെറിയവരോട്, ഇളയവരോട് കാരുണ്യം കാണിക്കാത്തവരും മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും നമ്മളിൽപ്പെട്ടവരല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സ്വഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്തത്. ഇത് ഒരുപാട് സന്ദർഭങ്ങളിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉപ്പ അബൂ ഖുഹാഫ, അദ്ദേഹം മക്ക വിജയ കാലഘട്ടത്തിൽ, മക്ക ഫത്ഹാകുന്ന ആ സമയത്താണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉപ്പയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പരിഗണനയുള്ള മനുഷ്യനാണ്. കാരണം ഒരു പ്രായമേറിയ മനുഷ്യൻ എന്നതിനേക്കാളും അപ്പുറത്ത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉപ്പ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു മക്കം ഫത്ഹാകുന്ന ആ ദിവസത്തിൽ ഉപ്പയെ വീട്ടിൽ പോയി വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ഹദീസിൽ കാണാം, മരുഭൂമിയിൽ വളരുന്ന സഖാമ ചെടി പോലെ നല്ല വെളുത്ത നിറത്തിൽ തല മുഴുവൻ നരച്ച രൂപത്തിൽ വളരെ പ്രായമേറിയ മനുഷ്യനായിരുന്നു അബൂ ഖുഹാഫ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞത്, ലൗ അഖറർത ശൈഖ് ഫീ ബൈതിഹി ലഅതൈനാ. എന്തിനാ അബൂബക്കറെ ഇങ്ങോട്ട് നീ നിന്റെ ഉപ്പയെ വിളിച്ചു കൊണ്ടുപോകുന്നത്? ലഅതൈനാഹു, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുമായിരുന്നല്ലോ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അല്ല പ്രവാചകരെ, അദ്ദേഹം ഇങ്ങോട്ട് താങ്കളുടെ മുമ്പിൽ വരാനാണ്, അദ്ദേഹമാണ് താങ്കളുടെ മുമ്പിൽ വരാൻ അദ്ദേഹമാണ് കടപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹം ഇങ്ങോട്ടാണ് വരേണ്ടത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയും ഒക്കെ ചെയ്യുന്നത് ചരിത്രത്തിൽ കാണാം. പിന്നീട് ആ നരയ്ക്ക് നിറം കൊടുക്കാൻ കറുപ്പൊഴിച്ചുള്ള മറ്റു നിറങ്ങൾ, ആ വെള്ള നിറം മാറ്റി നരയ്ക്ക് നിറം മാറ്റാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നതും ഒക്കെ ഹദീസുകളിൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഇങ്ങനെ പല രൂപത്തിൽ പ്രവാചകന്റെ മുമ്പിൽ ആളുകൾ കടന്നുപോയിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിമാർ, അവർ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, മദീനയിൽ കടന്നു വരുമ്പോൾ ഹാല ബിൻത് ഖുവൈലിദ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിക്കുന്നത് വളരെ വലിയ പരിഗണനയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മറ്റൊരു സുഹൃത്ത്, ഒരു സ്വഹാബി വനിത ഖദീജ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്ന കാലത്ത് മക്കയിൽ പ്രവാചകന്റെ അടുത്ത് വന്ന് പ്രവാചകന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്ന അവർ പിന്നീട് മുസ്ലിമായി സ്വഹാബി വനിതയായി വീട്ടിൽ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, ഒരു വൃദ്ധയ്ക്ക് ഇത്രമേൽ പരിഗണനയോ പ്രവാചകർ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ഒരു വൃദ്ധയെ ഇത്രമാത്രം പരിഗണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരണങ്ങൾ പറഞ്ഞു. കാനത്തീന അയ്യാമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാലഘട്ടത്തിൽ അവർ നമ്മുടെ അടുത്ത് വരാറുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ പരിഗണിച്ചിരുന്നു എന്നർത്ഥം. മറ്റൊരിക്കലൊരു അജൂസ്, ഒരു വൃദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് ചോദിച്ചു, ആവശ്യപ്പെട്ടു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലി അൻ യുദ്ഖിലനി അൽ ജന്ന, അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തമാശയായി പറഞ്ഞു, യാ ഉമ്മ ഫുലാൻ ഇന്നൽ ജന്ന ലാ യദ്ഖുലുഹാ അജൂസ്, അല്ലയോ സ്ത്രീയെ ഉമ്മു ഫുലാൻ, അവരുടെ പേര് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിൽ അങ്ങനെ വൃദ്ധകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അപ്പം ആ വയസ്സായ സ്ത്രീ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുപോയി. അവർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ എന്തായാലും ഇനി സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോണില്ല എന്ന അർത്ഥത്തിലായിരിക്കും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, പ്രവാചകൻ ഉദ്ദേശിച്ചത് അതല്ല, തമാശ പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ വൃദ്ധകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ വൃദ്ധകളായല്ല അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക, യുവത്വത്തിൽ യൗവന കാലഘട്ടത്തിലായിരിക്കും സ്വർഗവാസികളൊക്കെയും സ്വർഗത്തിൽ പ്രവേശിക്കുക. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു. ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ നാം പിന്നെ യുവതികളാക്കും, ചെറുപ്പക്കാരികളാക്കും എന്നുള്ള വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു. ഇങ്ങനെ ഈയൊരു പ്രായത്തിൽ ഒരു മനുഷ്യന് ആഖിറത്തിനെ കുറിച്ചുണ്ടാകുന്ന ചിന്തകൾ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെക്കുറിച്ചുണ്ടാകുന്ന ചിന്തകൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരുമ്പോൾ പ്രവാചകൻ അത് പരിഗണിച്ചത് വലിയ രൂപത്തിലാണ്. മറ്റൊരിക്കലും ഒരു വൃദ്ധൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ജീവിതം മുഴുവൻ തിന്മകളിൽ ആപതിച്ചു പോയൊരു മനുഷ്യൻ, അയാൾക്ക് എന്നെപ്പോലുള്ളൊരു മനുഷ്യന് നാളെ പരലോകത്ത് അല്ലാഹു ഇതൊക്കെ പുറത്തു കൊടുക്കും. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ തൗഹീദുള്ളയാളല്ലേ, നിസ്കരിക്കുന്നയാളല്ലേ, യഥാർത്ഥ ആദർശം അതിൽ വിശ്വസിക്കുന്ന അല്ലാഹുവിലും റസൂലും വിശ്വസിക്കുന്നയാളല്ലേ, എങ്കിൽ അല്ലാഹു പുറത്തു തരും. ആ മനുഷ്യൻ അത്രയേറെ അയാളുടെ ജീവിതം മുഴുവൻ ജാഹിലിയത്തിന്റെ കറ പുരണ്ട ജീവിതമായിരിക്കാം. എന്നിട്ടും അദ്ദേഹം പിന്നെയും ഉറപ്പ് വരുന്നില്ല, വീണ്ടും ചോദിക്കുന്നു, വഗദറാത്തി വഫജറാത്തി, അഥവാ എൻ്റെ എല്ലാ ഗദറാത്ത് ഫജറാത്ത് എന്നൊക്കെ സമാന അർത്ഥങ്ങളുള്ള വാക്കുകളാണ്, അഥവാ തിന്മകൾ എന്നർത്ഥം. എൻ്റെ എല്ലാ തിന്മകളും, എൻ്റെ എല്ലാ തോന്നിവാസങ്ങളും അതൊക്കെയും അല്ലാഹു പുറത്തു തരുമോ? എൻ്റെ എല്ലാം പുറത്തു തരും. ശരിയായ ആദർശവും ശരിയായ ഈമാനും ഒക്കെ ഉള്ള മനുഷ്യനാണല്ലോ താങ്കൾ, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചയക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹദീസുകളിൽ നമുക്ക് കാണാം. ഇത് വല്ലാത്തൊരു പരിഗണനയാണ്. ഈ ഒരു പ്രായത്തിൽ ഉണ്ടാകേണ്ട കുറച്ചൊക്കെ, ഒരു വയസ്സായത് പറയുമ്പോൾ നമ്മളൊക്കെ കുറച്ചും കൂടി ഒരു പ്രായത്തിൻ്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനോട് കാവൽ തേടിയിരുന്ന ഒന്നാണല്ലോ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവൽ ചോദിച്ചിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസൽ മിനൽ അജ്സി വൽ കസൽ എന്ന പ്രാർത്ഥനയിൽ വൽ ഹറം എന്ന വാക്ക് കാണാം. വൽ ഹറം, വാർദ്ധക്യത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ നര ബാധിക്കുക, അല്ലെങ്കിൽ ഒരാൾ പ്രായത്തിൽ കുറച്ച് ഒരു 60-70 വയസ്സാവുക എന്നല്ല അതിനർത്ഥം. നേരെ മറിച്ച് അതിനർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അർദലുൽ ഉമർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ വന്നൊരു പ്രയോഗമാണ്. അഥവാ ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അങ്ങേയറ്റം അവശനായി മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥ, പ്രായം കൊണ്ട് അവശനായി പല ഇബാദത്തുകളിലും നേരെ ചൊവ്വെ നിർവഹിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന, പലതും മറന്നു പോകുന്ന, അങ്ങനെ മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിൽ അങ്ങനെ പ്രായാധിക്യം ബാധിക്കുന്നതിന് തൊട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹു എന്നെ അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിച്ച് പലതും മറന്നു പോകുന്ന, അങ്ങനെ ജീവിതത്തിൽ വീണ്ടും
അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടുന്നതിനെ അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ വലിയ പ്രായമേറിയ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരെ കൊല്ലരുത് എന്ന് കൽപ്പിച്ചിരുന്നു. ലാ തഖ്തുലു ശൈഖൻ കബീറൻ. കുറേ ആളുകളെ എണ്ണി മഠത്തിൽ തങ്ങളുടെ ഇബാദത്തുകളായി മാത്രം കഴിഞ്ഞുകൂടുന്ന പുരോഹിതന്മാർ, അഥവാ മുസ്ലിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അവർ മുസ്ലിങ്ങളോട് എതിരിടാൻ സൈന്യത്തിൽ ചേരാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ മുസ്ലിങ്ങൾക്ക് ഒരു ഭീഷണിയും ഇല്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ഭീഷണി ഉണ്ടെങ്കിൽ അവരെയും വധിക്കാവുന്നതാണ്. അഥവാ മുസ്ലിങ്ങളോട് എതിരിടും, അവരും സൈന്യത്തിലുണ്ട്, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് വരികയാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് പല ഗൂഢാലോചനയിലും ഏർപ്പെടുകയാണെങ്കിൽ അത് യുദ്ധത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ കഴിയുന്ന വൃദ്ധരായ ആളുകളുണ്ടെങ്കിൽ യുദ്ധത്തിൽ അവരെ കൊല്ലാൻ പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ നിയമമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ പഠിപ്പിച്ചത്. സ്വഹാബിമാർ പ്രവാചകൻ നമുക്ക് നൽകിയ യുദ്ധ നിർദ്ദേശങ്ങൾ, ഇദാ ബഅഥ സരിയ്യത്തൻ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സരിയ്യത്തിനെ, ഒരു സൈനിക നടപടി നിയോഗിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൽകാറുണ്ടായിരുന്ന ഉപദേശങ്ങൾ എന്ന് പറഞ്ഞ് സ്വഹാബിമാർ ഉദ്ധരിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് പ്രായാധിക്യമെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റത്തെ ഒരു പ്രായാധിക്യമെന്ന് മാത്രമല്ല, നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് എന്നെക്കാൾ മുതിർന്നവരുണ്ടോ അവർക്കൊക്കെയും ഞാൻ ഈ പറഞ്ഞ അവകാശങ്ങളും ആദരവും കൊടുക്കേണ്ടതുണ്ട്. എന്നെക്കാൾ ഇപ്പോൾ നിലവിൽ എനിക്ക് 20 വയസ്സാണ്, അല്ലെങ്കിൽ എനിക്ക് 40 വയസ്സാണ്, എനിക്ക് 70 വയസ്സാണ്, എന്നാൽ പോലും എന്നേക്കാൾ 21 വയസ്സുള്ള അല്ലെങ്കിൽ 61 വയസ്സുള്ള 71 വയസ്സുള്ള ആൾ ഉണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ആദരവും ബഹുമാനവും ആണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അഥവാ ഒരാളെ നമ്മൾ മുതിർന്നവരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ ഒരു തലയിൽ നര ബാധിച്ച അല്ലെങ്കിൽ അങ്ങേറ്റത്ത് പിന്നെ വയസ്സ് ഒരു 70 വയസ്സ് കഴിഞ്ഞ് 80 വയസ്സ് കഴിഞ്ഞ ആളുകളെ ആണ് ആദരിക്കേണ്ടത് എന്നല്ല ഈ ഹദീസിലുള്ള അർത്ഥം. മൊത്തത്തിൽ നമ്മളെക്കാൾ മുതിർന്നവരുണ്ടോ അവരെ നമ്മൾ ബഹുമാനിക്കണം. മൊത്തത്തിൽ നമ്മളെക്കാൾ ഒരു വയസ്സാണ് പിന്നെ മറ്റൊരാൾക്ക് കുറവെങ്കിലും അയാളോടുള്ള വാത്സല്യവും കാരുണ്യവും നമുക്കുണ്ടാകണം. അത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മൈമൂന റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമുണ്ട്, പ്രവാചകനോടൊപ്പം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുമുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് അല്ലാഹു ചെറിയ കുട്ടിയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോൾ 17-18 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു ചെറുപ്പക്കാരനാണ്, പ്രായാധിക്യമുള്ള വലിയ വൃദ്ധനോ ഒന്നുമല്ല ഖാലിദ് റളിയല്ലാഹു അൻഹു. അന്നും യുദ്ധത്തിലെ പിന്നെ സേനാ നായകത്വം വഹിക്കുന്ന മനുഷ്യനാണല്ലോ ഖാലിദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവർ രണ്ടുപേരുമുണ്ട്. അപ്പോൾ മൈമൂന റളിയല്ലാഹു അൻഹ അന്ന് അവിടെ വീട്ടിൽ പ്രവാചകന് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു പാത്രത്തിൽ പാലാണ്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചു. എന്നിട്ട് പ്രവാചകന്റെ പതിവ് സാധാരണ തനിക്കൊരു ഹദിയ കിട്ടിയാൽ അല്ലെങ്കിൽ തൻ്റെ അടുക്കലുള്ള ഒരു വസ്തു അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കണമെങ്കിൽ വലത് നിന്നാണ് തുടങ്ങുക. അപ്പോൾ ഈ വലത് നിൽക്കുന്നയാൾ അത് നമുക്കും അനുവർത്തിക്കാവുന്ന ഒരു സുന്നത്താണ്. നമ്മൾ സദസ്സിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സാധനം വീതം വെക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങാം. അപ്പോൾ വലതുഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായ പ്രവാചകൻ അവർക്കാണ് ഒന്നാമത്തെ പരിഗണന കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ വലതുഭാഗത്ത് ഇബ്നു അബ്ബാസ്, ഖാലിദ് റളിയല്ലാഹു അൻഹു ഇടതു ഭാഗത്താണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനേക്കാളും മുതിർന്ന ആളാണ് ഖാലിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശങ്ങൾ സമൂഹത്തെ സ്വഹാബിമാരെ പഠിപ്പിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. സമൂഹത്തിൽ മുതിർന്നവരോടുള്ള ബഹുമാനങ്ങൾ വേണം, ആദരവ് വേണം, അവരെ പരിഗണിക്കണം. ഇത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പഠിപ്പിച്ചതാണ്, ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കുടിച്ചു, അത് കഴിഞ്ഞിട്ട് നോക്കി, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അപ്പോൾ ഇബ്നു അബ്ബാസിനോട് അല്ലാഹു റസൂൽ പറഞ്ഞു, അശ്ശുർബതു ലക്, ഇബ്നു അബ്ബാസെ സത്യത്തിൽ ഇത് ഞാൻ നിനക്കാണ് തരേണ്ടത്. ഈ പാലിന്റെ പാത്രം നിനക്കാണ് ഞാൻ തരാൻ കടപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഫഇൻ ശിഅത ആസർത ബിഹാ ഖാലിദൻ, നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, നിനക്ക് ഉദ്ദേശമെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, നിന്നേക്കാൾ മുതിർന്ന ഖാലിദിന് ഇത് കൊടുക്കാം, നിനക്ക് മുൻഗണന കൊടുക്കാം, നിന്നേക്കാൾ മുൻഗണന കൊടുക്കാം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ കുന്തു ഊസിറു അലാ സുഅരിക അഹദൻ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങൾ കുടിച്ചതിൻ്റെ ബാക്കി കുടിക്കുക എന്നുള്ളത് അത് എനിക്കല്ലാതെ മറ്റൊരാൾക്കും അത് കിട്ടാൻ പാടില്ല. ഞാൻ വേറൊരാൾക്കും അത് കൊടുക്കില്ല, എനിക്ക് തന്നെ അത് വേണം
അദ്ദേഹത്തിന് കടപ്പെട്ടതാണ്. പക്ഷേ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി നോക്കൂ. ഖാലിദ് റളിയല്ലാഹു അത് മനസ്സിലായി. മുതിർന്നവർക്ക് കൊടുക്കാനുള്ള ആ ഒരു പാഠം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടുണ്ട്. മറ്റു പല സദസ്സുകളിലും അത് കാണാം. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്ന ഹദിയ ഇതുപോലെ തൊട്ടടുത്തിരുന്ന ചെറിയ പ്രായക്കാരിൽ നിന്ന് മുതിർന്നവർ ഷുയൂഖുമാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊടുക്കുന്നതിന് മുൻപ് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് നിങ്ങൾക്ക് പകരം അവർക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ടൊരു ഒരു വസ്തു കിട്ടുക, ഒരു ഹദിയ കിട്ടുക, അതിനൊരു പങ്ക് കിട്ടുക, അല്ലെങ്കിൽ പ്രവാചകൻ ഭക്ഷിച്ചതിൻ്റെ അതിൻ്റെ ശേഷിപ്പുകൾ ഭക്ഷിക്കാൻ കഴിയുക, അത് വലിയൊരു ബറക്കത്താണ്. അപ്പം അത് നഷ്ടപ്പെടുത്താൻ ഒരാളും തയ്യാറാവില്ലല്ലോ. അതുകൊണ്ട് അവരാരും അത് കൊടുത്തില്ല എന്നതുമാണ് ചരിത്രം. അത് തെറ്റുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുതിർന്നവരെ പരിഗണിക്കണം. ഒരിക്കൽ ഒരു കൊലപാതകത്തിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് ഒരു ഗോത്രക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വന്ന സംഭവം ഹദീസുൽ ഇമാം ബുഖാരി ഒക്കെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയത് കാണാം. അവർ 3 ആളുകളാണ് വന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ, അതുപോലെ ഹുവൈസ മുഹയ്യിസ എന്നു പേരുള്ള മസ്ഊദ് എന്ന് പറയുന്ന ആളുടെ 2 മക്കൾ. ഇവരാണ് വരുന്നത്. ഒരു കൊലപാതകത്തിന്റെ നഷ്ടപരിഹാരം, അതിന്റെ പ്രതിക്രിയയുടെ വിഷയത്തിൽ സംസാരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. ഈ വന്ന കൂട്ടത്തിൽ പറയും ആളുകളുണ്ട്. ആ വന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു സഹലാണ് സംസാരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുറഹ്മാൻ കബ്ബിരിൽ കുബ്ർ, അബ്ദുറഹ്മാൻ മുതിർന്നവർ സംസാരിക്കട്ടെ, മുതിർന്നവർ സംസാരിക്കട്ടെ. നീ ഇളയാളല്ലേ, മുതിർന്നവർക്കാണ് സംസാരിക്കാൻ അർഹതയുള്ളത്, മുതിർന്നവർ സംസാരിക്കട്ടെ. അപ്പം മുതിർന്നയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന വിഷയത്തിൽ അവർക്കൊരു പരിഗണന കൊടുത്തിട്ടുണ്ട്. അവരാണ് ഒരു സംഘത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ അവരുണ്ടെങ്കിൽ മുതിർന്നവർക്കാണ് ഇളയ ആളുകൾ പരിഗണന കൊടുക്കേണ്ടത്. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അത് പരിഗണിക്കുകയും ഇളയവരെ പരിഗണിക്കുകയും വേണം അവരുടെ സംസാരങ്ങളിൽ. സലാം പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരോടാണ് സലാം പറയേണ്ടത്? യുസല്ലിമു സ്സഗീറു അലൽ കബീർ. 2 ആളുകൾ നടന്നു വരുന്നു അല്ലെങ്കിൽ നമ്മളൊരു സദസ്സിൽ ഇരിക്കുന്നു. അവിടെ ചെറിയ ആളുകൾ, പ്രായം കൊണ്ട് ഇളയ ആളുകൾ, പ്രായം കൊണ്ട് മുതിർന്ന ആളുകൾക്കാണ് സലാം പറയുന്നത്. അത് സലാം പറയുന്നതിൻ്റെ അദബാണ്. വൽ മാറു അലൽ ഖായിദ്, നടന്നു പോകുന്നവൻ ഇരിക്കുന്നവനോടാണ്. വൽ ഖലീലു അലൽ കസീർ, ചെറിയ സംഘം വലിയ സംഘത്തോടുമാണ് സലാം പറയേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാമത്ത് നിൽക്കുമ്പോൾ പ്രവാചകൻ പരിഗണിച്ചിട്ടുണ്ട്. ഇമാമത്ത് നിൽക്കുന്നു, ഏറ്റവും അടിസ്ഥാനപരമായി ഇമാമത്ത് നിൽക്കാൻ വേണ്ട ഗുണം ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുൽ ഖൗമ അഖ്റഉഹും ലികിതാബില്ലാഹ്. നിങ്ങളിൽ ഒരു സമൂഹത്തിന് ഇമാം നിൽക്കേണ്ടത്, മുന്നിൽ കയറ്റി നിർത്തേണ്ടത് ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഏകദേശം എല്ലാവർക്കും ഒരേപോലെയാണ് ഖുർആൻ അറിയുന്നത്. എങ്ങനെയാണ്? ഫഅലമുഹും ബിസ്സുന്നഹ്, സുന്നത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ചര്യകളിൽ ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള, ദീനീ കാര്യങ്ങളിൽ അറിവുള്ള ആളാണ് ഇമാം നിൽക്കാൻ യോഗ്യത. പിന്നെയോ ഏകദേശം ഈ പറഞ്ഞ ആളുകളൊക്കെയും ഖുർആനും ഹദീസും സുന്നത്തുകളും ദീനീപരമായ അറിവിലുമൊക്കെ എല്ലാവരും ഏകദേശം ഒരേപോലെയാണ്. ഇതിൻ്റെ സ്വഹാബിമാർക്കിടയിലാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ കാനൂ ഫിസ്സുന്നതി സവാഅൻ ഫഅഖ്ദമുഹും ഹിജ്റ. ഏറ്റവും ആദ്യം ഹിജ്റ വന്നയാളാണ് പിന്നെ അതിന് അർഹത. അപ്പം എല്ലാവരും സ്വഹാബിമാരൊക്കെ ഏകദേശം ഒരേ ലെവലാണെങ്കിൽ ഏറ്റവും ആദ്യം അതിൽ ഹിജ്റ കഥ. മുഹാജിറുകൾക്ക് പ്രത്യേകതയുണ്ട്. നമ്മൾ പല ക്ലാസ്സുകളിലെ അത് പറഞ്ഞിരുന്നു. സ്വഹാബിമാരെ ഇങ്ങനെ പല തട്ടുകളായി വിഭജിക്കുമ്പോൾ മുഹാജിറുകൾ ഏറ്റവും മുമ്പിലാണ്, പിന്നെയാണ് അൻസാരികൾ വരിക. അതിൽ തന്നെ മുഹാജിറുകളിൽ തന്നെ അല്ലെങ്കിൽ സ്വഹാബിമാരിൽ തന്നെ ഫത്ഹു മക്കൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിമാർ മൊത്തത്തിൽ അവർക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഫത്ഹു മക്കൾക്ക് ശേഷം ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിമാർക്ക് അവരെക്കാൾ ശ്രേഷ്ഠത കുറവാണ്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുകൾ, ബദ്റിൽ പങ്കെടുത്ത ആളുകൾ, ഉഹദിൽ പങ്കെടുത്ത ആളുകൾ, അവർക്കൊക്കെ പ്രത്യേകം ശ്രേഷ്ഠതകളുണ്ട്. അപ്പോൾ ഹിജ്റയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇൻ കാനൂ ഫിൽ ഹിജ്റതി സവാഅൻ ഫഅഖ്ദമുഹും സിന്നൻ. ഇനി ഹിജ്റയും ഏകദേശം ഈ പറഞ്ഞ ആളുകളൊക്കെ ഹിജ്റയും ഏകദേശം ഒരേ സമയത്താണ് ചെയ്തതെങ്കിൽ അവരിൽ പ്രായം കൊണ്ട് മുതിർന്നയാൾ അവർക്ക് ഇമാം നിൽക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ പ്രായം ഒരു ഘടകമാണ്. മറ്റും റിവായത്തുകൾ നമുക്കിതിലൊക്കെ കാണാം. ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചും, മനുഷ്യൻ്റെ ജീവിതം ആയുസ് ഒരു ഘട്ടത്തിലെത്തി, അഥവാ അമാറു ഉമ്മത്തി മാബൈന സിത്തീന ഇല സബഈൻ, 60-നും 70-നും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ്, അതിൻ്റെ ശരാശരി ആയുസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ഈ ഒരു കാലഘട്ടം, ഒരു 60 കഴിയുക എന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടത്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസിൽ കാണാം,
അഅ്ദറല്ലാഹു ഇലാ ഇംരിഇൻ അഖറ അജലഹു ഹത്താ ബല്ലഗഹു 60 സന. അള്ളാഹു ഒരു മനുഷ്യന്റെ അജൽ അവധി നീട്ടി 60 എത്തിക്കഴിഞ്ഞാൽ ഹത്താ ബല്ലഗഹു 60 സന, അവനെ 60 എത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനുള്ള ഉദ്ർ, അവനെന്താണ് ഒഴിവ് കഴിവ്, അത് പിന്നെ പറയാൻ അവനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അള്ളാഹു അത്രത്തോളം അവന് ജീവിതത്തിൽ നന്നാകാനും ജീവിതത്തിൽ നിന്ന് പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങാനുമുള്ള ആവശ്യത്തിനുള്ള സമയം കൊടുത്തു. ഇനിയൊരു ഉദർ, ഇനിയൊരു ഒഴിവ് കഴിവ്, ഒരു ന്യായം അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് സമയം കിട്ടിയില്ല എന്നൊരു ന്യായം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ന്യായം പറയാനുണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വയസ്സായാലും പിന്നെ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ചില കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം വയസ്സാകുന്നുവെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ പച്ച പിടിച്ചു നിൽക്കുന്ന, ചെറുപ്പമായി നിൽക്കുന്ന 2 കാര്യങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഖൽബു ശൈഖി ഷാബ്ബുൻ അലാ ഹുബ്ബി ഇത്നതൈൻ. ഖൽബു ശൈഖ്, ഒരു ശൈഖ്, ഒരു വൃദ്ധൻ, അയാളുടെ മനസ്സ്, അയാളുടെ കൽബ് 2 വിഷയങ്ങളോടുള്ള താല്പര്യങ്ങളിൽ അതിപ്പോഴും ചെറുപ്പമായിരിക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഒന്ന് തൂരുൽ ഹയാത്ത്, ഇനിയും ജീവിക്കണമെന്ന ആശയും, വഹുബുൽ മാൽ, സമ്പത്തിനോടുള്ള ഭ്രമവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് അത്തരത്തിലുള്ള സ്വഹാബിമാർക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള പരിഗണനയും അവർക്ക് നൽകേണ്ട പാഠങ്ങളും അവരുടെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആദരവും ബഹുമാനവും ഒക്കെ മുതിർന്ന ആളുകൾക്ക്, പ്രവാചകനേക്കാൾ മുതിർന്ന ആളുകൾക്ക് വകവെച്ചു കൊടുത്തിരുന്നു. അത് പല രൂപത്തിൽ സ്വഹാബിമാരെ, ചെറിയ സ്വഹാബിമാരെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ ചെറിയ കുട്ടികൾ, തങ്ങളെക്കാൾ ഇളയ ആളുകൾ, അവരോട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന, ചെറിയവരോട്, നമ്മളെക്കാൾ ഇളയവരോട് കരുണ കാണിക്കുക, റഹ്മത്തുണ്ടാവുക, വാത്സല്യമുണ്ടാവുക, അവരുടെ തെറ്റുകളിൽ, അവർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ അവരെ നല്ല രൂപത്തിൽ തിരുത്തുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ പഠിപ്പിച്ച വലിയ നല്ല ഗുണങ്ങളാണ്. ഹദിയകൾ കൊടുക്കുക, എന്തെങ്കിലും ഒരു സംഗതി ഒരു സദസ്സിൽ പിന്നെ ഹദിയകളായി പ്രവാചകന് വന്നു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അല്ലാഹു റസൂൽ കുട്ടികൾക്കായിരുന്നു കൊടുത്തിരുന്നത്. ആദ്യകാലത്ത് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ സ്വഹാബിയാണ് ഖാലിദ് ഇബ്നു സഈദ് ഇബ്നുൽ ആസ്. അദ്ദേഹത്തിൻ്റെ മകളുണ്ട്, ചെറിയ മകൾ, ഉമ്മു ഖാലിദ് എന്നാണ് ചെറിയ കുട്ടിയെ വിളിച്ചിരുന്നത്. ചെറിയ പെൺകുട്ടിയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിലേക്ക് വരും. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കറുത്ത ഖമീസ ആരോ ഹദിയ കൊടുത്തു. പ്രവാചകൻ സദസ്സിലെത്തി. ഖമീസ എന്ന് പറഞ്ഞാൽ ഖമീസ, ഖമീല എന്നൊക്കെ പറയുന്നത് വ്യത്യസ്ത തരം ഡിസൈനുകൾ ഉള്ള, വരകളുള്ള വസ്ത്രങ്ങളാണ്. അപ്പോൾ ഒരു കറുത്ത ഖമീസ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആലോചിച്ചു, മൻ തറൗന നക്സുഹ ഹാദിഹിൽ ഖമീസ, ഇത് ആർക്ക് കൊടുക്കും എന്നാണ് റസൂൽ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആരും മിണ്ടുന്നില്ല. സ്വഹാബിമാർക്കാർക്കും ചോദിക്കാനും മടിയാണ്, ആരും മിണ്ടുന്നില്ല, ഇത് എനിക്ക് വേണം എന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇഅ്തൂനി ബി ഉമ്മി ഖാലിദ്, ഉമ്മു ഖാലിദിനെ വിളിക്കൂ. അപ്പോൾ ഉമ്മു ഖാലിദ് എന്ന ചെറിയ പെൺകുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ ആ ചെറിയ പെൺകുട്ടിക്ക്, ഉമ്മു ഖാലിദിന് അത് കൊടുത്തു, അത് ധരിപ്പിച്ചു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം. അബ്ലി വ അഖ്ലിഖി എന്ന് പ്രവാചകൻ സമയം 2 തവണ പറഞ്ഞു. അഥവാ നീ ഇത് വസ്ത്രം ഉപയോഗിച്ച് ഇത് പിന്നെ അവസാനം തുരുമ്പിപ്പോകട്ടെ, അവസാനം നശിച്ചു പോകട്ടെ, അതിനർത്ഥം ഇത് ഒരുപാട് കാലം നിനക്ക് ഉപയോഗിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്നാണ്. ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് പല ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ചില താബിഈങ്ങളൊക്കെ ആ വസ്ത്രം പിന്നീട് അവരുടെ ജീവിതകാലത്ത്, പിന്നെ ഒരുപാട് വയസ്സായതിനു ശേഷവും അവരുടെ അടുക്കൽ ഈ ഖമീസ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ വനിതകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. എന്നിട്ട് ആ ചെറിയ കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആ ചെറിയ കുട്ടിയെ കളിപ്പിച്ചു എന്നാണ്. ആ ഖമീസയിലെ ആ വസ്ത്രത്തിലെ ഡിസൈൻ, ആ വര ഇങ്ങനെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വര ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, യാ ഉമ്മ ഖാലിദ് ഹദാ സന. സന എന്ന വാക്ക് അറബി വാക്കല്ല. സന എന്ന വാക്ക് എത്യോപ്യൻ ഭാഷയിൽ നല്ലത് എന്നർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്യോപ്യയിൽ പോയി ഹിജ്റ പോയിട്ട് വരുന്ന കുടുംബമാണ് ഇവർ. അപ്പം ഈ ചെറിയ കുട്ടി ചെറിയ പ്രായത്തിൽ എത്യോപ്യയിൽ ജീവിച്ചിരുന്നു, എത്യോപ്യക്കാരുടെ ഭാഷ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഷയിൽ പിന്നെ ഈ ഉമ്മു ഖാലിദിനോട് പറഞ്ഞു, ഹാദാ സന, ഉമ്മു ഖാലിദ് ഇത് കൊള്ളാലോ, ഈ വര കൊള്ളാലോ എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ഹദീസുകളിൽ ഉദ്ധരിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയ ഹദീസാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുണ്ടായിരുന്ന കുറേ ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അഥവാ ഇപ്പോൾ പ്രവാചകനോടൊപ്പം എപ്പോഴും നടക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചെറിയ കുട്ടിയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഭാര്യമാരുടെയും മുൻ ഭർത്താക്കന്മാരിലുള്ള മക്കൾ, റബീബത്തുകൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറാത്തുകളിൽ, പ്രവാചകന്റെ വീടുകളിൽ തന്നെ താമസിക്കുന്ന പ്രവാചകരുടെ ഭാര്യമാരുടെ മക്കൾ, അവർ ചെറുപ്രായത്തിലുള്ളവരുണ്ടായിരുന്നു. അതിൽപ്പെട്ടവരാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകൾ സൈനബ്. ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ മകളാണ്, ചെറിയ പെൺകുട്ടിയായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു വീട്ടിൽ ഓടിക്കളിച്ചിരുന്ന പെൺകുട്ടി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമ്പോൾ പോലും ചെറിയ പെൺകുട്ടിയാണ്. ആ സമയത്ത് അവിടെ പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വന്നിരുന്ന പെൺകുട്ടി. അതിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ മോള് ഇങ്ങനെ വരുമ്പോൾ പ്രവാചകൻ ആ സൈനബിൻ്റെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്നത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാം. ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പിന്നീട് പറയുന്നത് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങൾ കൊണ്ട് അവരുടെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിക്കപ്പെട്ടത് കാരണം അവരുടെ മുഖത്ത് എത്ര പ്രായമായിട്ടും ഒരു എന്താണ് ആ ഒരു പ്രായമേറിയതിൻ്റെ ലക്ഷണങ്ങൾ കാണുമായിരുന്നില്ല. എപ്പോഴും നല്ല പ്രസരിപ്പുള്ള ഒരു മുഖമായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹയുടെ മുഖം എന്ന് കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ അവരെ വിളിച്ചിരുന്നത് യാ സുവൈനിബ് എന്നാണ്. സൈനബ് എന്നതിൻ്റെ ചെറിയ സൈനബ്, കുഞ്ഞു സൈനബ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു വാക്കിന് ഉമർ എന്ന വാക്കിന് ചെറിയ ഉമർ എന്ന് പറയുമ്പോൾ ഉമൈർ എന്ന് പറയുന്നത് പോലെ സൈനബ്, സുവൈനിബ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നീട്ടി വിളിക്കുമായിരുന്നു എന്ന് ഹദീസുൽ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. മഹ്മൂദ് ഇബ്നു റബീ റളിയല്ലാഹുവിൻ്റെ സംഭവം സുപരിചിതമാണ്, ഒരുപക്ഷെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് 5 വയസ്സുള്ളപ്പോൾ wudu എടുക്കാൻ വേണ്ടി പ്രവാചകൻ ഒരു തൊട്ടിയിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ 5 വയസ്സുകാരനായ മഹ്മൂദ് ഇബ്നു റബീ അൽ അൻസാരി റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അദ്ദേഹം പിന്നീട് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പിന്നീട് അത് സംഭവം ഓർത്തെടുക്കുകയാണ്. അഖൽതു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മുതിർന്നതിന് ശേഷം അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുന്നത് എന്താണ്? മജ്ജതൻ മജ്ജഹാ ഫീ വജ്ഹി വ അന ഇബ്നു 5 സിനീൻ. എനിക്ക് 5 വയസ്സുണ്ടായിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വായിൽ വെള്ളം നിറച്ച് ആ തൊട്ടിയിൽ നിന്ന് wudu എടുക്കുമ്പോൾ വായിൽ വെള്ളം നിറച്ച് എൻ്റെ മുഖത്തേക്ക് എന്നെ പരിഗണിക്കാൻ വേണ്ടി തമാശയായി എൻ്റെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്ന് മഹ്മൂദ് ഇബ്നു റബീ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ഹദീസുൽ കാണാം. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ. ഇതൊക്കെ ചേർത്ത് വെച്ച് ചില ആധുനിക പണ്ഡിതന്മാർ അത്ഫാലുൻ ഹൗല റസൂൽ എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചുറ്റും ജീവിച്ച ചെറിയ കുട്ടികൾ, ചെറിയ മക്കൾ. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ജോലിക്കാരോട് സേവനങ്ങൾ ചെയ്തു തരുന്ന ആളുകളോട് പ്രവാചകൻ പെരുമാറിയ ആ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നതിനെ കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായി വിശദീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഖുബായിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അവരുടെ സഹോദരി ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ, ഇവരൊക്കെയുള്ള വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകും. സാധാരണ ശനിയാഴ്ചകളാണ് അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങോട്ടേക്ക് പോകാറുള്ളത്. അവിടെ ചെല്ലും, ആ വീട്ടിൽ കിടന്നുറങ്ങും, ഭക്ഷണം കഴിക്കും, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഈ കുടുംബത്തെയും കൂടെ നിർത്തും. അന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു, ഏറ്റവും നല്ല സൽസ്വഭാവിയായിരുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ. വകാന ലി അഖുൻ യുഖാലു ലഹു അബൂ ഉമൈർ. എനിക്കൊരു ഇളയ അനിയനുണ്ടായിരുന്നു, അബൂ ഉമൈർ എന്ന് വിളിക്കുന്ന അനിയൻ. അവൻ്റെ മുലകുടി പ്രായം ഇങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അത്ര ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഒരിക്കൽ അബൂ ഉമൈർ കളിച്ചുകൊണ്ടിരുന്ന നുഗൈർ ചെറിയ പക്ഷി മരണപ്പെട്ടു. അതിൻ്റെ വിഷമത്തിൽ ഇരുന്ന എൻ്റെ അനിയനോട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വീട്ടിൽ വന്നപ്പോൾ അവനോട് ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. അബൂ ഉമൈറെ എന്തു പറ്റി, നിന്റെ കിളിക്കുഞ്ഞിന് എന്തു പറ്റി, നിന്റെ പക്ഷിക്കുഞ്ഞിന് എന്തു പറ്റി, എന്ത് ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ഇമാം ബുഖാരി അദ്ദേഹത്തിന് സ്വഹീഹയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായതുകൊണ്ടാണല്ലോ ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായതുകൊണ്ട് മാത്രമാണ് ഈ ചെറിയ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അത് മാത്രമല്ല, ഇത്ര ചെറിയ സന്ദർഭങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ഒരു പക്ഷേ ദുർബലരായ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഓരോരുത്തരോടും പെരുമാറേണ്ട രൂപം, ഒരാൾക്കും
വിഷമം വരാത്ത രൂപത്തിൽ, എല്ലാവരെയും പരിഗണിക്കുന്ന രൂപത്തിൽ ഒരു സദസ്സിലിരിക്കുമ്പോൾ മുതിർന്നവരും ഇളയവരും ഉണ്ടെങ്കിൽ മുതിർന്നവരെയും പരിഗണിക്കുന്നു, ഇളയവരെയും പരിഗണിക്കുന്ന രൂപത്തിൽ ഇടപെടാൻ ആ ഒരു പരിശീലനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പരിഗണിക്കുമായിരിക്കും. അനസ് റളിയല്ലാഹുവിനെ ഇടയ്ക്കിടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കുന്നത്. ഒരാൾ ഇപ്പോൾ നമ്മുടെ അടുത്താണെങ്കിലും നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ നമ്മളുമായി ഇടപെടുന്ന ഒരാളെ ചിലപ്പോൾ നമ്മൾ വിളിക്കുന്ന ചില പേരുകളുണ്ടാകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവിനെ തമാശയായി വിളിക്കാറുള്ള പേരായിരുന്നു ഇരട്ടച്ചെവി എന്ന്. എല്ലാവർക്കും രണ്ട് ചെവിയാണുള്ളത്, പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ തമാശയെ വിളിക്കണം, യാ ദൽ ഉദുനൈൻ, ഇരട്ടച്ചെവിയാ. ഇരട്ടച്ചെവി ഒരു കുറവോ അല്ലെങ്കിൽ കൂടുതലോ ഒന്നുമല്ല, എല്ലാവർക്കും രണ്ട് ചെവിയേ ഉള്ളൂ. രണ്ട് ചെവികളുള്ളവരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കും. യാനി യുമാസിഹു, പ്രവാചകൻ തമാശയ്ക്ക് വിളിക്കുന്നതാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ബന്ധം. അതുപോലെ അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നത് കാണാം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും നല്ല സ്വഭാവങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ചെറിയ ആളുകളോട് പോലും അല്ലാഹുവിൻ്റെ റസൂൽ സലാം പറയും, പരിഗണിക്കും. ഒരു സ്ഥലത്ത് കൂടി നടന്നു പോയി കഴിഞ്ഞാൽ അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഒരിക്കൽ ഞാനും എൻ്റെ കൂട്ടുകാരുമൊക്കെ ഞങ്ങൾ കുട്ടികളൊക്കെ ചേർന്ന് ഒരു സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇൻതഹ ഇലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ നമ്മുടെ അടുത്ത് വന്നു. ഫസല്ലമ അലൈന, പ്രവാചകൻ നമ്മോട് സലാം പറഞ്ഞു. അത് വളരെ വലിയ, നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മളെക്കാൾ ഇളയ ആളുകളോട് നമ്മൾ ചെല്ലുമ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ സലാം പറയണം. യഥാർത്ഥത്തിൽ കുട്ടി മുതിർന്നവരോടാണ് സലാം പറയേണ്ടത്. പക്ഷെ ചെറിയ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ചെന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷേ ആ കുട്ടികൾ സലാം പറയാൻ മാത്രമുള്ള ഒരു ഗൗരവത്തിലേക്ക് എത്തി, അല്ലെങ്കിൽ അത് അറിഞ്ഞ കുട്ടികൾ ആവില്ല. അപ്പം നമ്മൾ മുതിർന്നവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ശകാരിക്കാനായിരിക്കാം അല്ലെങ്കിൽ എന്തിനുമായിരിക്കാം അവിടെ സലാം പറയുക എന്നൊരു മര്യാദ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നിട്ട് പ്രവാചകൻ ഒരു രഹസ്യമായ ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് എന്നെ കൈ പിടിച്ചുകൊണ്ട് തന്നെ പോയി ഒരാൾക്ക് കൊടുക്കാനുള്ള സന്ദേശം, ഒരു മെസ്സേജ് റസൂൽ എനിക്ക് തന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു മതിലിൻ്റെ തണലിൽ അവിടെ ഇരുന്നു. ഞാനത് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു വരുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ ഇരുന്നു. ഈ സംഭവം എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം എന്താണ് എന്നത് ചരിത്രത്തിൽ രസകരമാണ്. ആ കാര്യം ആർക്കും അറിയില്ല. പക്ഷേ ഈ കാര്യം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു രഹസ്യമാണല്ലോ. അപ്പോൾ ഈ രഹസ്യം പ്രവാചകൻ ചില ഇതിൻ്റെ വ്യാഖ്യാനം എഴുതിയ ചില ഷറഹുകൾ എഴുതിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അത് പ്രവാചകൻ്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട എന്തോ കാര്യമായിരിക്കാം, ഒരു കുടുംബകാര്യമായിരിക്കാം. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഇതുമായി പോയി കുറേ നേരം കഴിഞ്ഞിട്ടാണ് അനസ് റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഇതുമായി പോയപ്പോൾ വീട്ടിൽ കയറിയപ്പോൾ ഉമ്മ ചോദിച്ചു, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്നെ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ചതാണ്, അതെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഹുസിറു റസൂലില്ലാഹ്, അത് രഹസ്യമാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ രഹസ്യമാണ്. അപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മകനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യമാണെങ്കിൽ അത് ഒരിക്കലും പുറം ലോകത്ത് ഒരാളോട് മിണ്ടിപ്പോകരുത്. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടുകൾ പലതും കാണാം. പിന്നീട് പലപ്പോഴും റസൂലുള്ളാഹി അനസ് റളിയല്ലാഹു അൻഹു കേട്ട ആളുകളും ചോദിച്ചിട്ടുണ്ട്, അതെന്തായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇത് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രഹസ്യം അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നീട് ചോദിക്കുന്ന ആളുകളോട് പറഞ്ഞത്, ഞാൻ എൻ്റെ ഉമ്മയോട് പോലും, എന്നെ പ്രസവിച്ച ഉമ്മയോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവരോട് പറയും എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാരികളുടെ സന്ദർശനങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. അനസ് റളിയല്ലാഹു അൻഹു മദീനക്കാരനാണ്, അൻസാരിയാണ്. അൻസാരികളുടെ വീടുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകും. അൻസാരികളുടെ കുട്ടികളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കും, അവരോട് സലാം പറയും. അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നത് കാണാം, കാന യസൂറുൽ അൻസാർ, അൻസാരികളുടെ പല വീടുകളിലേക്കും പല ഒരുമിച്ച് താമസിക്കുന്ന അൻസാരികൾ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലും. അവിടെയുള്ള കുട്ടികളാണെങ്കിൽ പോലും അവരോട് സലാം പറയും. അപ്പോൾ അവരൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരും, ഇങ്ങനെ ഒരുമിച്ച് കൂടും. വയംസഹു റൂസഹും, അവരുടെ തലയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലോടും. ഇതൊക്കെ ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു അറാബിയായ മനുഷ്യൻ, അഖ്റ ഇബ്നു ഹാബിസ് എന്ന അറാബിയായ മനുഷ്യൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഒരു ഗോത്രത്തിലുള്ള അറാബികൾ, ഗ്രാമീണരായ അപരിഷ്കൃതരായ ആളുകൾ, അവർ വന്നിട്ട് മുസ്ലിങ്ങളൊക്കെയും സ്വന്തം മക്കളെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ചുംബിക്കുന്നത് അവർ കണ്ടു. അപ്പോൾ അവർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ആ തുഖബ്ബിലൂന സിബ്യാനക്കും, നിങ്ങൾ ഈ ചെറിയ മക്കളെ ചുംബിക്കുകയോ? അതെന്താ അങ്ങനെ? അതൊന്നും ഒരു നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത്, അവർ ആ ഗോത്രക്കാരാളുകൾ വിചാരിച്ച അതൊരു പൗരുഷത്തിന് ചേർന്ന ഒരു പണിയല്ല എന്നാണ്, ഗൗരവപൂർവ്വം നടക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക എന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ
നമ്മുടെ ചെറിയ കുട്ടികളെ പരിഗണിക്കും, അവരെ ചുംബിക്കും, കെട്ടിപ്പിടിക്കും, മുത്തം കൊടുക്കും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അറാബികൾ പറഞ്ഞു ലാകിന്ന വല്ലാഹി മാ നുഖബ്ബിൽ, ഇത് ഞങ്ങളിത് അള്ളാഹുവാണ്, ഞങ്ങളിത് ചെയ്യാറില്ല. അപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ വാർത്ത അറിഞ്ഞു, ഇങ്ങനെ പരസ്പരം സംസാരിച്ച് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വീട്ടിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅംലികു അൻ കാന അല്ലാഹു ഖദ് നസഅ മിൻകുമുർ റഹ്മ, അള്ളാഹു അവരിൽ നിന്ന്, അവരുടെ ഹൃദയത്തിൽ നിന്ന്, വേറെ മറ്റൊരു റിപ്പോർട്ട് മിൻ ഖൽബിക്കും അർ-റഹ്മ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു റഹ്മത്തിനെ ഊരിയെടുത്ത് കളഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവ അംലിക്, പിന്നെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഹദീസുകളിൽ നമുക്ക് ഉദ്ധരിക്കപ്പെട്ടത് കാണാം. അപ്പോൾ ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം ഒരു നിലപാടിനെ കുറിച്ച് മക്കളോട്, ചെറിയ കുട്ടികളോട്, തങ്ങളെക്കാൾ ഇളയവരോട് കാണിക്കേണ്ട നിലപാടുകളെ കുറിച്ച് നമുക്ക് അറിയിച്ചിരുന്നൊരു ഹദീസാണ്. അത് മാത്രമല്ല, സ്വഹാബിമാർ കുറച്ചുകൂടി മുതിർന്ന ഒരു കൗമാരപ്രായത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു കുട്ടി, അന്നത്തെ കാലത്ത് സ്വഹാബിമാരുടെ ഒരു കാലത്ത് ഖുർആൻ പഠനം തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു സമയം, അന്നത്തെ കാലത്ത് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ചുകൂടി കഴിഞ്ഞ ആ ഒരു സമയം, ഒരു 8-10 വയസ്സൊക്കെ ആകുമ്പോഴല്ലോ ഒരു ഖുർആൻ പഠനം, ഒരു സീരിയസ് ആയി ഖുർആൻ പഠനം ആരംഭിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്തിന് മുൻപ് ജുന്ദുബ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. കുന്ന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ഫിത്യാനുൻ ഹസാവിറ, ഞങ്ങൾ ബാല്യകാലത്തായിരിക്കുമ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മൾ ആദ്യം പഠിച്ചത് ഫതഅല്ലംന അൽ ഈമാൻ ഖബ്ല അൻ നതഅല്ലമ അൽ ഖുർആൻ, ഖുർആനിന് മുമ്പ് നമ്മൾ പഠിച്ചത് ഈമാനായിരുന്നു. സുമ്മ തഅല്ലംന അൽ ഖുർആൻ, പിന്നീടാണ് നമ്മൾ ഖുർആൻ പഠിച്ചത്. ഫസ്ദദ്നാ ബിഹി ഈമാനൻ, അപ്പോൾ നമുക്ക് ഈമാൻ പഠിച്ചിട്ട് ഈമാൻ ശരിയായി മനസ്സിലായിട്ട് പിന്നെ ഖുർആൻ പഠിച്ചപ്പോൾ ഖുർആൻ പഠിച്ചതോടുകൂടി ഈമാൻ കൂടുതൽ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സ്വയം വർദ്ധിക്കാൻ അത് കാരണമാണ്. പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ, എന്താണ് ഇവിടെ ഈ ഈമാൻ പഠിച്ചു എന്നുകൊണ്ട് ഉദ്ദേശം? ചെറിയ പ്രായത്തിലെ കുട്ടികൾ പിന്നെ അഖീദയും അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളുമൊക്കെ പഠിക്കുന്നു എന്നാണോ അതിനർത്ഥം? അല്ല, നേരെ മറിച്ച് ഈമാനിൻ്റെ ബാലപാഠങ്ങൾ, വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിനെ എങ്ങനെയാണ് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ സൂക്ഷിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മറ്റുള്ളവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു വിശ്വാസിയുടെ ബാലപാഠങ്ങൾ, അതാണ് ഈമാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ ഖുർആൻ പഠിച്ചപ്പോൾ കൂടുതൽ ഈമാൻ വർദ്ധിക്കാനും കൂടുതൽ അറിവുകൾ നേടാനും സ്വഹാബിമാർക്ക് സാധിച്ചു എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരുപാട് ആളുകൾ, പ്രവാചകൻ സ്വന്തം വീട്ടിൽ ഹസൻ റളിയല്ലാഹു അൻഹു സകാത്തിൻ്റെ ഈത്തപ്പഴം എടുത്ത് വായിലിട്ടപ്പോൾ കഹ് കഹ് എന്ന് പറഞ്ഞ് അത് തുപ്പാൻ പ്രേരിപ്പിക്കുന്ന, അത് കൈ വിരൽ വായിലിട്ടത് പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചരിത്രത്തിൽ കാണാം, ഹദീസുകളിൽ കാണാം. നമുക്ക് സ്വതക്ക തിന്നാൻ പാടില്ല എന്ന് മോനെ അറിയില്ലേ നിനക്ക് എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്ന അറിയാം. ആ ചെറിയ പ്രായത്തിലുള്ള കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള വകതിരിവില്ല. പക്ഷെ അത് അല്ലാഹു റസൂൽ വളരെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്തു. അതായത് ഇങ്ങനെയുള്ള ഒരുപാട് തർബിയത്തുകൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തുണ്ടായിരുന്നു. അംർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, മോനെ, കുൽ ബി യമീനിക്, സമ്മില്ലാ കുൽ ബി യമീനിക് വകുൽ മിമ്മാ യലീക്, അല്ലാഹുവിന്റെ ബിസ്മി ചൊല്ലി വേണം കഴിക്കാൻ, അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് വേണം കഴിക്കാൻ. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അന്ന് ആ പാത്രത്തിന്റെ പല സ്ഥലങ്ങളിൽ എൻ്റെ കൈ ഇങ്ങനെ പരതി നടക്കുകയായിരുന്നു, ചെറിയ കുട്ടിയാണ്. വകുൽ മിമ്മാ യലീക്, നിന്റെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിൽ സ്വന്തം പിന്നെ ആ വലിയ പാത്രത്തിന്റെ സ്വന്തം ഭാഗം എവിടെയാണോ അവിടെ നിന്നാണ് എടുത്ത് കഴിക്കേണ്ടത്, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് കൂടി കൈ ഇങ്ങനെ എത്തി പിന്നെ കഴിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു അടിക്കുറിപ്പ് കൂടിയുണ്ട്, അന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ എന്ത് പഠിപ്പിച്ചോ എൻ്റെ ജീവിതകാലം മുഴുവൻ പിന്നെ എൻ്റെ ഭക്ഷണ രീതി, ഭക്ഷണക്രമം അതായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ജീവിച്ച പിന്നെ ചെറിയ മക്കൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, പിന്നെ ബാല്യത്തിൽ കൗമാരത്തിൽ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച ആളുകൾ പ്രവാചകനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. വിശന്നപ്പോൾ ഈത്തപ്പഴത്തിൽ അമ്പെയ്ത ഒരു സ്വഹാബിയെ നമുക്ക് ചരിത്രത്തിൽ കാണാം, റാഫി ഇബ്നു അംർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം തന്നെ ആ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, കുന്തു അന ഗുലാം, ഞാനൊരു ഗുലാം, ഒരു അത്യാവശ്യം കുറച്ചൊക്കെ ഒരു പിന്നെ ഗുലാം ചെറിയ കുട്ടി എന്നാണ് അർത്ഥമെങ്കിലും ഈ ഹദീസിന്റെ വിശദീകരണത്തെ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം കുറച്ചുകൂടി പ്രായമുള്ള ഒരു കൗമാര പ്രായക്കാരനായ ഒരു ടീനേജ് പ്രായക്കാരനായ ഒരു കുട്ടിയാണ് അദ്ദേഹം.
അർമി നഖ്ലന, ഞാൻ നമ്മുടെ ഈന്തപ്പനെ ഞാൻ എന്ത് ചെയ്യും, അമ്പയും. ഈന്തപ്പനയിൽ എൻ്റെ അടുത്ത് അമ്പുണ്ട്, അമ്പ് പരിശീലിക്കുന്ന ചെറിയ കുട്ടിയാണ്. അപ്പോഴാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഞാൻ പോകുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ ഗുലാം ലിമ തർമി അൻ നഖൽ, അല്ല മോനെ, നീ എന്തിനാണ് ഈ ഈന്തപ്പനയ്ക്ക് അമ്പ ചെയ്യുന്നത്? എന്തിനാണ്? മരമല്ലേ, അതിൽ അമ്പ ചെയ്ത് അങ്ങനെ കളിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആക്കുൽ, വേറെ ഹദീസിൽ എനിക്ക് മിനൽ ജോ, വിശക്കും, എനിക്കിങ്ങനെ നടക്കുമ്പോൾ എനിക്ക് വിശപ്പ് വരും. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈന്തപ്പനയിലേക്ക് അമ്പ ചെയ്ത് ഈന്തപ്പ കൊല വീഴ്ത്തി അത് തിന്നാൻ വേണ്ടിയാണ് ഞാൻ അമ്പ ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഫലാ തർമിൻ നഖൽ, ഈന്തപ്പനയിലേക്ക് അമ്പ ചെയ്ത് അങ്ങനെ നീ എന്ത് ചെയ്യരുത്, ഈന്തപ്പഴം തിന്നരുത്. വകുൽ മാ യസ്ഖുതു ഫി അസ്ഫലിഹ, അതിന് താഴെ കുറേ നല്ല പഴുത്തു ഭാഗമായി വീണ് കിടക്കുന്നുണ്ടാവുമല്ലോ, അത് നീ കഴിച്ചോ. അതിന് അമ്പ ചെയ്ത് അങ്ങനെ ഈന്തപ്പനയ്ക്ക് കേടുണ്ടാക്കുന്ന രൂപത്തിൽ നീ അത് ഭക്ഷിക്കരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം പിന്നെ ഉദ്ധരിക്കുന്നു, സുമ്മ മസഹ റഅസി, പിന്നെ എൻ്റെ തലയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അശ്ബി ബത്നഹു, അല്ലാഹുവേ ഇവൻ്റെ വയറിന് നീ നിറവ് കൊടുക്കണമേ, എൻ്റെ വയറ് നിറയ്ക്കണമേ, വിശപ്പിന് ശമനം കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്ന് റാഫി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് കാണാം. ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെറിയ പ്രായക്കാരുമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിൽ പലപ്പോഴും മുതിർന്ന ആളുകളുടെ ചർച്ചകളിൽ ഒരു പക്ഷേ ചെറിയ കുട്ടികൾ അവർ വളർന്നു വരുന്ന പ്രായമായതുകൊണ്ട് അവരോടുള്ള പരിഗണന പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. ഇന്നത്തെ കാലത്തായിരുന്നാലും നമുക്കത് ഒരുപാട് കൗൺസിലിങ്ങിനും മറ്റുമായി വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ആളുകളിൽ നിന്ന് കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, എൻ്റെ വാപ്പയും ഉമ്മയും മുതിർന്നവരെ പരിഗണിക്കുന്നില്ല, എനിക്ക് ഇടപെടാനുള്ളൊരു സ്പേസ് അതെവിടെയും കിട്ടുന്നില്ല. ഞാനെന്ത് പറയുന്നത് ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കാം, ചിലപ്പോൾ അബദ്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ അതിൽ കളിയും കാര്യവും ഉണ്ടാകാം, പക്ഷേ അവരെ പരിഗണിക്കാനുള്ളൊരു ഇടം കിട്ടുന്നില്ല. അതൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ, സംഭവങ്ങൾ നമ്മളൊന്ന് കൂട്ടിയോജിപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനൊരു കുട്ടിയെപ്പോലും പരിഗണിക്കാം എന്നത് മുതിർന്നവരെ പരിഗണിക്കുന്നത് പോലെ അത് പരിഗണന വേറെയാണ്. ചെറിയ പ്രായക്കാർ അവരുടെ ചിന്തകളും അവരുടെ മൈൻഡ് സഞ്ചരിക്കുന്ന റൂട്ടും അത് വേറെയാണ്. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത ചില നിയോഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പല ആവശ്യങ്ങൾക്കും വേണ്ടി നിയോഗിച്ച ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ശറഹുകളിൽ, വ്യാഖ്യാനങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ചെറിയ കുട്ടികളെ എങ്ങനെയാണ് ഒരു നേതാവ് എന്ന നിലക്കും പ്രവാചകൻ എന്ന നിലക്കും അള്ളാഹുവിൻ്റെ റസൂൽ ചെറിയ ചില ദൗത്യങ്ങൾ കൊടുത്തിട്ട് വളർത്തിക്കൊണ്ട് വന്നത്, എങ്ങനെയാണ് ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കിയെടുത്തത്. അനസ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു, ഒരു കാര്യം ഏൽപ്പിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അനസേ നീ പോയി അത് ചെയ്യണം. അദ്ദേഹം പിന്നെ പോയി വഴിക്ക് വെച്ച് കുറേ കുട്ടികൾ കളിക്കുന്നത് കൊണ്ട് ആ കളിയും കൊണ്ട് അങ്ങനെ നിന്നു. അപ്പോഴാണ് കുറച്ചു നേരം ഇങ്ങനെ നീങ്ങിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പിറകെ അനസ് റളിയല്ലാഹുവിൻ്റെ തോളിൽ കൈവച്ചു. അനസേ നീ ഇതുവരെ പോയില്ലേ, ഞാൻ പറഞ്ഞ കാര്യം ഇതുവരെ ചെയ്തില്ലേ? അപ്പോൾ അനസ് റളിയല്ലാഹുവിന് പോകാൻ തന്നെയാണ് ഉദ്ദേശം, പക്ഷേ അന്നത്തെ ആ ഒരു പ്രായവും കാര്യവും കണ്ട് ആ കളി കണ്ട് അങ്ങനെ നിന്നുപോയി. ഇപ്പോൾ പോയിട്ട് വരാം പ്രവാചകർ എന്ന് പറഞ്ഞ് അനസ് റളിയല്ലാഹു അൻഹു പോകുന്നത് കാണാം. ഈ ഹദീസൊക്കെ ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഒരു ചെറിയ കുട്ടിയെ നമ്മുടെ അടുക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പരിശീലിപ്പിക്കാൻ നമുക്കൊരു അവകാശവും അർഹതയുമുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് ഓരോ കാര്യത്തിലും ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നും ചെറിയ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിച്ച് ചിലപ്പോൾ അബദ്ധങ്ങൾ ഉണ്ടായാലും ശരി, അല്ലെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെ കുറേ ചാബല്യങ്ങൾ കണ്ടാലും ശരി, ആ കളിയും തമാശയും ഒക്കെയുള്ള ആ പ്രായത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് അതിനുവേണ്ടി അവരെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത് എന്നത് ഈ ഒരു ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ സംസാരം അത് വളരെയേറെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്ന ഒന്നാണ്. നമ്മൾ ഈ ഉദ്ധരിച്ച പല ഹദീസുകളുടെയും തുടക്കം യാ ഗുലാം എന്നാണ്. യാ ഗുലാം, മോനെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഗുലാം എന്ന് പറഞ്ഞാൽ അറബിയിൽ കുട്ടി, അടിമ എന്നൊക്കെയാണ് അർത്ഥം, ചെറിയ കുട്ടിയാണ്. ഗുലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മോനെ എന്ന് തുടക്കം. യാ ബുനൈ, എൻ്റെ മകനെ എന്നുള്ള എൻ്റെ മോനെ, നമ്മൾ പുന്നാര മോനെ എന്നൊക്കെ വിളിക്കൂലേ, അങ്ങനെയൊക്കെ ഒരു സ്നേഹത്തിൻ്റെതായ വാചകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അംശം ഈ വാചകങ്ങളിലൊക്കെയുണ്ട്. അപ്പോൾ കുട്ടികളെ അല്ലെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്നവരെ, വയസ്സുകൊണ്ട് ഇളയവരെ അഭിസംബോധന ചെയ്യുന്നിടത്ത് അവരുടെ മനോനില കൂടി പരിഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ ചിലപ്പോൾ ഗൗരവകരമായ കാര്യമായിരിക്കും നമ്മൾ പറയുന്നത്. ഗൗരവമേറിയ ചില കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഒരു പക്ഷേ അതിന് മുൻപുള്ള നമ്മുടെ ഒരു ചെറിയ അഭിസംബോധന, അത് നമ്മൾ ശേഷം പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഗൗരവം നമ്മളെക്കാൾ പ്രായം കൊണ്ട് ഇളയ ആളുകൾ ഉൾക്കൊള്ളാൻ
നമ്മുടെ അഭിസംബോധനയിലെ ടോൺ തന്നെ വലിയൊരു കാരണമായി വർത്തിക്കും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന ഒന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ഒരു വാഹനപ്പുറത്ത് കൂടെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഹദീസുണ്ട്. യാ ഗുലാം എന്നാണ് അതും തുടങ്ങുന്നത്, ആ ഹദീസ് തുടങ്ങുന്നത്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാം. ചില ദീനീ കാര്യങ്ങളാവാം, കുറച്ചുകൂടി കാര്യപ്പെട്ട അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ചില ഉപദേശങ്ങളാകാം. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുൻപ് നമ്മൾ വിളിക്കുന്ന വിളി അല്ലെങ്കിൽ ചെയ്യുന്ന അഭിസംബോധന അത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് ശ്രദ്ധിക്കണമെന്നും ആ ഭാഷ ഒരു പക്ഷേ ശേഷം പറയാൻ പോകുന്ന കാര്യം ഒരു ചെറിയ പ്രായക്കാരനൊരു ഉപദേശം ഉൾക്കൊള്ളുന്നതും അത് സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്നതും പോലും ചിലപ്പോൾ ആദ്യത്തെ ആ ഒരു വിളിയിലും അല്ലെങ്കിൽ ആ ഒരു ടോണിലുമായിരിക്കും. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണ് യാ ഗുലാം, അല്ലയോ മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, കുറച്ച് വാചകങ്ങൾ. ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെയും സംരക്ഷിക്കും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. ഇഹ്ഫദില്ലാഹ തജിദുഹു അമാമക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, റബ്ബിനെ പേടിച്ച് ജീവിക്കണം എങ്കിൽ എപ്പോഴും നിനക്ക് അള്ളാഹുവിനെ നിന്റെ മുമ്പിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഒരിടത്തും നീ പെട്ടുപോകില്ല. എല്ലായിടത്തും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അള്ളാഹുവിനെ നിനക്ക് മുമ്പിൽ ഒരു സഹായിയായി കാണാൻ പറ്റും, അള്ളാഹു നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം വളരെ പ്രസിദ്ധമായ ഉപദേശമാണ്. നീ ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം, പ്രാർത്ഥിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, സഹായം തേടുകയാണ് ഇസ്തിആനത്ത് നടത്തുകയാണെങ്കിൽ ഫസ്തഇൻ ബില്ലാ, അള്ളാഹുവിനോട് നീ ഇസ്തിആനത്ത് നടത്തണം. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്ക് ഒരു നന്മ ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ച് എല്ലാവരും തീരുമാനിച്ചു വന്നാലും അള്ളാഹു വിധിക്കാതെ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ നിനക്ക് ആ ഉപകാരം കിട്ടില്ല. ഇനി എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കാൻ വന്നാലും അള്ളാഹു നിന്റെ പേരിൽ അത് വിധിക്കാതെ, അത് എഴുതപ്പെടാതെ, രേഖപ്പെടുത്താതെ നിനക്ക് ആ ഉപദ്രവം ബാധിക്കുകയില്ല. റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തിസ് സുഹുഫ്, അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ തീരുമാനം എഴുതിയ ലൗഹുൽ മഹ്ഫൂദ്, അള്ളാഹു എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ എഴുതി വെച്ച അതിനുപയോഗിച്ച ആ പേനകൾ ഉയർത്തപ്പെട്ടു. വജഫത്തിസ് സുഹുഫ്, അത് എഴുതിയ ആ ഏടുകൾ അതിലെ മഷി ഉണങ്ങിക്കഴിഞ്ഞു, അള്ളാഹുവിൻ്റെ വിധി മാത്രമേ നടപ്പാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സന്ദർശിച്ച മറ്റൊരു അൻസാരിയായ സ്വഹാബിയുടെ വീടാണ് അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്ലാഹുവിൻ്റെ റസൂൽ സന്ദർശിക്കാനെത്തി. അപ്പോൾ അദ്ദേഹം തന്നെ ചെറിയ കുട്ടിയാണ്. അദ്ദേഹം തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്, എന്നെ അല്ലാഹുവിൻ്റെ റസൂൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലിരിക്കുക. അപ്പോൾ ആ സമയത്ത് പ്രവാചകനോട് ഉണ്ട്, എൻ്റെ ഉമ്മ എന്നെ ഇങ്ങനെ വിളിച്ചു, താൽ മോനെ ഓടിവാ ഓത്തീഖ്, ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. കയ്യിൽ എന്തോ ഉണ്ട്, നീ വാ നിനക്കത് തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മയോട് ചോദിച്ചു, വമാ അറത്തി അൻ തുഅതിയ, നീ എന്താണ് ആ മോന് നീ കൊടുക്കാൻ ഉദ്ദേശിച്ചത്? അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, ഉഅതീഹി തംറൻ, എന്താ കയ്യിൽ ഈത്തപ്പഴമുണ്ട്, കാരക്കയുണ്ട്, അതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമാ ഇന്നക ലൗ ലം തുഅതീഹി ഷൈഅൻ കുതിബത് അലൈകി കദിബ, നീ യഥാർത്ഥത്തിൽ ഈ സാധാരണ ഉമ്മാര് മക്കളെ ഇങ്ങോട്ട് ഓടി വരാൻ വേണ്ടി മോനെ ഓടിവാ, ദാ സാധനം തരാം, ഇത് തരാം എന്ന് പറഞ്ഞ് വിളിക്കുമല്ലോ, അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും വിളിക്കുന്നു. ആ വിളിയാണ് നീ വിളിച്ചതെങ്കിൽ, അഥവാ കയ്യിലൊന്നുമില്ല, മകനെ കളിപ്പിച്ച് പറ്റിച്ചിങ്ങോട്ട് വരാനുള്ള വിളിയാണ് വിളിച്ചതെങ്കിൽ കുതിബത് അലൈകി കദിബത്തുൻ, നിന്റെ മേലൊരു കളവ്, ഒരു കദിബത്ത്, ഒരു കളവിൻ്റെ കുറ്റം രേഖപ്പെടുത്തപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇത് ഈ കുട്ടി കേട്ടു. അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു ആണ് ഇത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഒരു കുട്ടിയുടെ മനസ്സിൽ ചെറുപ്പത്തിലെ കളവ് പറയുന്നതിനെ കുറിച്ചുള്ള ഗൗരവം, അതിന് എന്തിനായാലും, തമാശക്കായാലും കളിയോ കാര്യമോ എന്തുമാകട്ടെ, അതും പ്രത്യേകിച്ച് സ്വന്തം ഉമ്മ അല്ലെങ്കിൽ സ്വന്തം ഉപ്പ താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, ഒരിക്കലും തന്നെ ചതിക്കില്ല എന്നല്ലെങ്കിൽ കളവ് പറയില്ല എന്ന് എപ്പോഴും എല്ലാറ്റിൻ്റെയും അറിവിൻ്റെയും ബാലപാഠങ്ങൾ പഠിക്കുന്ന സ്വന്തം മാതാപിതാക്കൾ തന്നെ ഒരു കളവ് പറഞ്ഞൊരു മാതൃക കാണിച്ചു കൊടുത്താൽ ആ കുട്ടി പിന്നെ എങ്ങനെയായിരിക്കും വളരുക എന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കാര്യത്തിലൂടെ തീരുമാനമാക്കി കൊടുത്തു. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ആ കുട്ടിയുടെ മനസ്സിലത് പതിഞ്ഞു, ആ ഉമ്മയുടെ മനസ്സിലത് പതിഞ്ഞു. ഈ ഹദീസുകൾ കേൾക്കുന്ന നമ്മുടെ മനസ്സിലും എൻ്റെയും നിങ്ങളുടെ മനസ്സിലും അത് പതിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഓരോരുത്തരോടുമുള്ള ബന്ധത്തിൽ നമ്മളെപ്പോഴും തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ആലോചിക്കേണ്ടത്
നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ മുതിർന്നവരുണ്ട്, പിന്നെ പ്രായം കൊണ്ട് ഇളയ ആളുകളുണ്ട്. ഞാൻ ഇളയതാണ്, ഈ പറഞ്ഞതൊക്കെ എനിക്ക് കിട്ടണം, ഞാൻ മുതിർന്നതാണ്, ഈ പറഞ്ഞതൊക്കെ എനിക്ക് കിട്ടണം. അത് ശരിയാണ്, ഓരോരുത്തർക്കുമുള്ള അവകാശങ്ങൾ കിട്ടണം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് എന്നേക്കാൾ മുതിർന്നവരുണ്ട്, അവരോട് ഞാൻ ഈ പെരുമാറുന്ന രൂപത്തിൽ ഇതൊക്കെ ഞാൻ പാലിക്കണം. എന്നേക്കാൾ ഇളയവരുണ്ട്, അവരോട് ഞാൻ പെരുമാറുമ്പോൾ ഇതൊക്കെ പാലിക്കണം എന്നൊരു ചിന്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് മുതിർന്നവരോടും അതുപോലെ തന്നെ ഇളയവരോടുമുള്ള ഈ പെരുമാറ്റ രീതികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കഴിവിൻ്റെ പരമാവധി നമ്മളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിത മാതൃകകൾ സ്വീകരിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനും പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വഹദാ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി കുല്ലി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.